ഇ.പി. ജയരാജൻ വധശ്രമ കേസിലെ പ്രതിയായ KPCC പ്രസിഡന്റ് സുധാകരനെ കേരള ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി. കേരള രാഷ്ട്രീയത്തിൽ വളരെയധികം കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു ഇ.പി. ജയരാജൻ്റേത്. അദ്ദേഹം ചണ്ഡീഗഡിലെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മടങ്ങി ട്രെയിനിൽ വരികയായിരുന്നു. വരുന്ന വഴിക്ക് ആന്ധ്ര സ്റ്റേറ്റിൻ്റെ ബോർഡറിൽ എവിടെയോ കയറി കേരളത്തിലേക്ക് വരികയാണ് അദ്ദേഹം. രാവിലെ 10 മണിക്ക് അദ്ദേഹം വാഷ് ബേസിനിൽ മുഖം കഴുകിക്കൊണ്ട് നിൽക്കുന്നു. ആ സമയത്ത് പിന്നിൽ നിന്ന് ഒരാൾ തോക്കെടുത്ത് അദ്ദേഹത്തിനെ വെടിവെച്ചു. അദ്ദേഹത്തിൻ്റെ കഴുത്തിനാണത് കൊണ്ടത്. എന്തായാലും അദ്ദേഹത്തിനെ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. ഏതായാലും വെടിയേറ്റു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ വെടിയുണ്ട കഴുത്തിലുണ്ട് എന്നൊക്കെ അടുത്ത കാലം വരെ അദ്ദേഹം പറഞ്ഞു. അതിനെതിരായിട്ട് സുധാകരനും പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ വെടിയുണ്ട കഴുത്തിലിരിക്കുന്ന ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും മറു ചോദ്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരുന്നു. എന്തായാലും വെടിയുണ്ട റിമൂവ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഇ.പി. ജയരാജനെ കൊല്ലാനുള്ള ശ്രമം സുധാകരൻ നടത്തിയ ഗൂഢാലോചന മുഖേനയാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പോലീസ് കൊടുത്ത മൊഴിയിലും അദ്ദേഹത്തിൻ്റെ തീരുമാനവും അദ്ദേഹത്തിന് ലഭിച്ച സോഴ്സുകളും എല്ലാം പറയുന്നത് അങ്ങനെ തന്നെ. എന്തായാലും ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം അത് വെടിയേറ്റത് മറ്റൊരു സംസ്ഥാനത്തിൻ്റെ അവിടെ ട്രെയിനിൽ വരുമ്പോഴാണെങ്കിലും അത് കേരളത്തിലെ പേട്ടയിൽ നിന്നാണ് ഇതിൻ്റെ ഗൂഢാലോചന തുടങ്ങിയെന്നും അത് ഗുണ്ടകളെ അല്ലെങ്കിൽ വെടിവെക്കാൻ ഏൽപ്പിച്ചത് ആൾക്കാർ സുധാകരൻ്റെ ആളാണെന്നും ഒക്കെയായിരുന്നു പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ. ആ 120B ഗൂഢാലോചനയിലെ സുധാകരനെ പ്രതിയാക്കുകയും ചെയ്തു. സുധാകരനെ പ്രതിയാക്കിയോടൊപ്പം അന്നത്തെ കാലത്ത് M.E. രാഘവന് ഇതിനകത്ത് പങ്കുണ്ട്. M.E. രാഘവന് ഇ.പി. ജയരാജൻ്റെ ശത്രുവാണ്. അദ്ദേഹത്തിന് ഇതിനകത്ത് പങ്കുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെയും പ്രതിയേക്കാനൊക്കെ ഒരു ശ്രമം നടന്നു. എന്തായാലും പോലീസ് അത് ഒഴിവാക്കി. KPCC പ്രസിഡന്റ് സുധാകരനെ മാത്രമേ പ്രതിയാക്കിയുള്ളൂ. അതും കുറ്റകൃത്യം നേരിട്ട് പങ്കെടുത്തെന്നല്ല, ആ കുറ്റകൃത്യം നടത്താനുള്ളൊരു ഗൂഢാലോചനയിൽ ഇന്നത്തെ KPCC പ്രസിഡൻ്റായിരുന്ന സുധാകരന് പങ്കുണ്ടായിരുന്നു എന്നാണ്. 29 വർഷം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. ഏകദേശം 30 വർഷമാകാൻ പോകുന്നു. ഇനി ഒരു 8-10 വർഷം കൂടെ പോകും ട്രയൽ തുടങ്ങാൻ. പലരും അന്ന് കഥാവിശേഷരാകാൻ സാധ്യതയുണ്ട്. ഈ സംഭവം സുധാകരനെ പ്രതി ചേർത്ത് കഴിഞ്ഞ ശേഷം ഹൈക്കോടതിയിൽ അദ്ദേഹം ഈ കേസിനെതിരായിട്ട് നീങ്ങി. ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രൊസീഡിങ് സ്റ്റേ ചെയ്തു. അത് 2016 അതിനുശേഷം കോടതി ഇപ്പോഴാണ് ആ കേസ് എടുക്കുന്നത്. അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കിയ കേസിനകത്ത് അദ്ദേഹത്തിന് പങ്കെടുത്തില്ല. പക്ഷേ വെടിവെച്ച ആൾ വിക്രംശാലി ശശി എന്നൊരാളാണ്. അയാളുടെ സുഹൃത്ത് പേട്ടക്കാരൻ ദിനേശനുണ്ട്, TP രാജീവനുണ്ട്. 4ാമതൊരാൾ ബിജു കെ സുധാകരൻ തന്നെ പ്രതി. എന്തായാലും പ്രതികൾ ഗൂഢാലോചന നടത്തിയ പേട്ട വെച്ചാണ് സുധാകരൻ്റെ ഇൻസ്ട്രക്ഷനിലാണ് ഇത് നടന്നത്. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരമാണ് വെടിവെച്ചത് എന്നാണ് പോലീസിൻ്റെ കുറ്റച്ചാർജിൽ. എന്തായാലും ഇനി സുധാകരനെ ഒഴിവാക്കി ആ കേസിൻ്റെ വിചാരണ നടക്കും. പക്ഷേ ഇപ്പോൾ ഇ.പി. ജയരാജൻ പറഞ്ഞത് ഇതിന് അപ്പീൽ പോകും. ഹൈക്കോടതിയിലെ തീരുമാനത്തിനെതിരെ സുപ്രീം കോടതി പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. സുപ്രീം കോടതി പോയി ഈ ഒരു കേസിൻ്റെ അപ്പീലിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും 3-4 വർഷമെങ്കിലും പിടിക്കും അതിനൊരു തീരുമാനം വരാൻ. അപ്പോൾ വീണ്ടും 29 വർഷം മുമ്പ് നടന്ന സംഭവം ഏകദേശം ഒരു 5 വർഷം കൂടെ പോയാൽ തന്നെ 34 വർഷത്തിലെത്തും. ഏതായാലും ചണ്ഡീഗഡിൽ നിന്ന് വരുമ്പം അദ്ദേഹത്തിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ വെടിയേറ്റിട്ടുണ്ട്. ആരാണ് കൊല്ലാൻ ശ്രമിച്ചതെന്ന് അറിയില്ല.
എങ്കിലും അദ്ദേഹത്തിൻ്റെയും പോലീസിൻ്റെയും അന്വേഷണത്തിൽ 4 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. 4 പേര് ജാമ്യത്തിലാണ്. പക്ഷേ എൻ്റെ ട്രയൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കാലതാമസം എടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. 1995 ഏപ്രിൽ 12 ആ സംഭവം നമ്മൾ വിചാരിച്ചോണം. വർഷങ്ങൾ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദമായിരുന്ന ഈ സംഭവത്തിനൊരു പരിസമാപ്തി എത്തി. കാരണം ജയരാജൻ്റെ വധശ്രമ കേസിൽ ആ ഗൂഢാലോചനയിൽ സുധാകരന് പങ്കില്ല എന്ന് ഹൈക്കോടതി തീർത്ത് പറഞ്ഞു. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ ഈ ഒരു വിഷയം ചർച്ചാ വിഷയമാകും. അത് തീർച്ചയായിട്ടും ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ ആരോ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള വസ്തുത നമുക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് വെടിയേറ്റു, അത് ട്രെയിനിൽ വെച്ചാണ്. അതിനൊന്നും തർക്കമില്ലാത്ത കാര്യങ്ങളാണ്. ആരാണ് അതിൻ്റെ പ്രൊമോട്ടർ, ആരാണ് അദ്ദേഹത്തിനെ കൊല്ലാൻ ശ്രമിച്ചത്, ആരാണ് ആ ഗുണ്ടകളെ ഇടപാട് ചെയ്തത്, കൊല്ലാനുള്ളവരെ കണ്ടെത്തിയത് ആര്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ പ്രതികൾ പറഞ്ഞത് സുധാകരനാണ് എന്നുള്ള രീതിയിലാണ് പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയത്. പ്രതികളുടെ കുറ്റസമ്മത മൊഴി കോടതിയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ നമുക്കറിയില്ല. എങ്കിലും പ്രതികളുടെ കുറ്റസമ്മത മൊഴിക്ക് പ്രസക്തി കുറവാണ്. കാരണം കൂട്ടുപ്രതികൾ ആണ് ഇത് പറയുന്നത്. ഒരാൾക്ക് മറ്റൊരാൾ വൈരാഗ്യം ഉണ്ടായാൽ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു പോകും. എന്തായാലും അതിനകത്തുനിന്നൊരു മോചനമില്ല. കാരണം ഹൈക്കോടതി അത് റദ്ദ് ചെയ്തിരിക്കുന്നു. വരും ദിവസങ്ങളിൽ കേരളത്തിലെ രാഷ്ട്രീയമായ കോളുകളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ചില തീരുമാനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.